എല്ലാവർക്കും നമസ്കാരം. കൊരട്ടി കോനൂർ മഹാദേവ ക്ഷേത്രം ചിരപുരാതനമായ ക്ഷേത്രമാണ്. ഇവിടുത്തെ ഗുരുക്കന്മാർ പറയുന്നതനുസരിച്ച് 800 വർഷത്തെ എങ്കിലും പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ആചാര്യസ്ഥാനം കാരുമാത്ര ഡോക്ടർ ടി.എസ്. വിജയൻ തന്ത്രികൾ ഏറ്റെടുക്കുന്നത് ഏകദേശം ഒരു 32 വർഷങ്ങൾക്ക് മുൻപാണ്. അതിനുശേഷം ഒരു 3ാം ഘട്ടത്തിലുള്ള നവീകരണ ക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അതിവിശേഷമായി ആരാധിച്ചു വരുന്നത് മഹാദേവനെയാണ്. ഉപദേവതമാരായിട്ട് വിശേഷ പൂജയോടുകൂടി ആരാധിക്കുന്ന ദേവതകളാണ് ശാസ്താവ്, ദുർഗ, മഹാവിഷ്ണു തുടങ്ങിയ മറ്റു ദേവതകൾ. ഈ നവീകരണത്തിൽ ഇവിടെ ജൂൺ മാസം 13-ാം തീയതി ആചാര്യവരണത്തോടുകൂടി ആരംഭിച്ച ഈ താന്ത്രിക ക്രിയകൾ ഇന്ന് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്രിയയിൽ സഹസ്രകലശത്തിൻ്റെ പൂജകൾ വരെ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. തുടക്കത്തിൽ നാളിതുവരെയുള്ള ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്ത് തുടർന്ന് പ്രോക്തം പ്രായശ്ചിത്തം, ശാന്തി, അത്ഭുതശാന്തി, ശ്വശാന്തി, ചോരശാന്തി തുടങ്ങിയ ഹവനങ്ങൾക്ക് ശേഷം ആ ചൈതന്യത്തിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന തത്വഹോമവും തത്വകലശാഭിഷേകവും ഇന്ന് കഴിഞ്ഞു. അതിനുശേഷം ഈ ക്ഷേത്രത്തിന് ഇപ്പോൾ കിഴക്ക് ഭാഗത്തായിട്ട് താൽക്കാലികമായി നിർമ്മിച്ചിരിക്കുന്ന താന്ത്രിക യജ്ഞശാലയിൽ സഹസ്രകലശം പൂജ കഴിഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മകലശം 24 ഖണ്ഡബ്രഹ്മന്മാർ, 976 ചെറുകലശങ്ങളെല്ലാം കൂടി 1001 കലശങ്ങളാണ് ഈ സഹസ്രകലശം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ഔഷധ പ്രധാനമുള്ള ദ്രവ്യങ്ങളാണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. ഇനി വൈകിട്ട് ഈ 24 ഖണ്ഡബ്രഹ്മ ചൈതന്യത്തിനെയും ബ്രഹ്മകലശത്തിലേക്ക് ലയിപ്പിച്ച് ഒന്നാക്കി കൽപ്പിച്ചിട്ട് അധിവാസ ഹോമവും അധിവാസിച്ച പൂജയുമാണ് ഇവിടെ നടക്കാനിരിക്കുന്നത്. ഇത്രയും കഴിഞ്ഞാൽ നാളെ പ്രഭാതത്തിൽ 6 മണിക്ക് മുതൽ ഈ പരികലശ അഭിഷേകങ്ങൾ തുടങ്ങും. കേവലം 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായ കലശാഭിഷേകം, പരികലശ അഭിഷേകങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ പൂജയും കഴിയും 4 മണിക്കൂറിനുള്ളിൽ. ഈ സമയത്ത് ആബാലവൃദ്ധം ജനങ്ങളും ഈ മഹത്തായിരിക്കുന്ന താന്ത്രിക ക്രിയയിൽ പങ്കെടുക്കണം. അതിനുശേഷം നാളെ അഷ്ടബന്ധ ന്യാസത്തിൻ്റെ മുഹൂർത്തം 10 മണിക്കും 11 മണിക്കും ഇടയിലാണ്. അപ്പോൾ 10 മണിക്ക് തന്നെ വിശേഷമായിരിക്കുന്ന മരപ്പാണി കൊട്ടിച്ചതിന് ശേഷം വാദ്യഘോഷങ്ങളോടുകൂടി അഷ്ടബന്ധവും ബ്രഹ്മകലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് ജീർണബന്ധ അഷ്ടബന്ധം കളഞ്ഞ് പുണ്യാഹ ക്രിയകൾ ചെയ്ത് ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ ഡോക്ടർ ടി.എസ്. വിജയൻ കാരുമാത്ര ക്ഷേത്ര തന്ത്രികൾ അദ്ദേഹം നൂതനമായിരിക്കും അഷ്ടബന്ധ ന്യാസം ചെയ്ത് വീണ്ടും ജീവാവാഹനയും അതിനോട് അനുഷംഗികമായ കാര്യങ്ങൾ ചെയ്ത് ബ്രഹ്മകലശ അഭിഷേകം ചെയ്ത് സപരിവാര പൂജയും ചെയ്ത് പരിവാരങ്ങൾക്കായിക്കൊണ്ടുള്ള ശ്രീഭൂതബലിയും കഴിഞ്ഞ് ആചാരദക്ഷിണയും കഴിയുമ്പോൾ ഈ മഹത്തായിരിക്കുന്ന താന്ത്രിക ക്രിയകളുടെ ഒരു പരിപൂർണത ഇവിടെ എത്തുകയാണ്. ഈ ക്രിയയോടനുബന്ധിച്ച് വസ്തുതയ 4 പ്രകാരത്തെ യോഗങ്ങൾ അന്തർഭവിക്കുന്ന സങ്കേതമാണ് ഈ ക്ഷേത്രം. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം. ഇവിടെ ഭക്തന്മാർ ഒത്തുകൂടുന്നു, നാമം ജപിക്കുന്നു. ഈ കാര്യങ്ങൾ ഭക്തിയോഗത്തിലും ഈ ക്ഷേത്രത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കർമ്മയോഗത്തിലും ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സത്സംഗവും പുരാണ പാരായണങ്ങളും ചെയ്ത് ധാർമ്മികമായി ഉദ്ബോധനം നടത്തുന്ന ക്രിയകൾ നടക്കുന്നുണ്ട്. അത് ജ്ഞാനയോഗവും. പ്രദക്ഷിണ നമസ്കാരം തുടങ്ങിയ ക്രിയകളൊക്കെ രാജയോഗത്തിലും പെടുത്താം. അങ്ങനെ ഋഷീശ്വരന്മാർ നമുക്ക് കൽപ്പിച്ചിട്ടുള്ള അഭ്യുദയ നിശ്രേയസുകൾക്ക് വേണ്ടി ഉപായങ്ങളിൽ 4 യോഗങ്ങൾ അന്തർഭവിക്കുന്ന ഒരു മുഖ്യമായിരിക്കുന്ന സങ്കേതമാണ് ക്ഷേത്രം. ഈ ക്രിയകളെല്ലാം തന്നെ ആദ്യന്തം പരിപൂർണമായി ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും, പൂർവ്വജന്മ സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും ഇനി നടക്കാനിരിക്കുന്ന ക്രിയകളിലൊക്കെ ആദ്യം സംബന്ധിക്കണം. അതിലൂടെ ഭഗവാൻ അനുഗ്രഹത്തിന് പാത്രമായി തീരണം. ഈ ദേശത്തിനും എല്ലാ ഭക്തജനങ്ങൾക്കും നാടിനും സർവൈശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്രിയയിൽ പങ്കെടുക്കണമെന്ന അഭ്യർത്ഥനയുമായി എല്ലാവരും ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. Shivaya, Om Namah Shivaya.
शिव शम्भो हर हर शम्भो शिव शम्भो स्वयंभो 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 गंगाधर शंकर करुणाकर मामक भवसागर तारका गंगाधर शंकर करुणाकर मामक भवसागर तारका शंभो शिव शंभो स्वयंभो शंभो